നിന്റെ ശരീരത്തിൽ സിഹറുണ്ടോ എന്ന് തിരിച്ചറിയാൻ ഒരു ഗ്ലാസ് വെള്ളം മതി. ഈ അമലൊന്ന് ചെയ്തു നോക്ക്, നിനക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും സിഹറുണ്ടോ ഇല്ലേ എന്ന്. തങ്ങളെ ഞാൻ ഈ അമല് ചെയ്തു, എനിക്ക് ഉടനെ ആ കാര്യങ്ങൾ സംഭവിച്ചു. ഇതൊരു അത്ഭുതകരമായിട്ടുള്ള മുജറബായിട്ടുള്ള അമലാണ്. നീ എവിടെ പോയും കണക്ക് നോക്കണ്ട. ഏതുതരം സിഹറാണെന്ന് നിനക്ക് തന്നെ തിരിച്ചറിയാം. അതിന്റെ പരിപൂർണമായ പരിഹാരം ഈ വീഡിയോയിലുണ്ട്. കണ്ടുകൊണ്ടൊന്ന് ചെയ്തു നോക്ക്, റിസൾട്ട് ഉറപ്പാണ്. ഒന്ന് ചെയ്തു നോക്ക്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകൾ സങ്കടം പറയുന്നൊരു വിഷയമാണ്. സിഹർ സംബന്ധമായ പ്രയാസങ്ങൾ, പൈശാചിക സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പരിഹാരങ്ങൾ ചോദിച്ചുകൊണ്ട് ബന്ധപ്പെടുന്നവരുണ്ട്. തങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത് സിഹറാണോ? എല്ലാം എൻ്റെ തോന്നൽ മാത്രമാണോ? എല്ലാം എൻ്റെ ഫോബിയാണോ? സിഹറിൻ്റെ പേടിയാണോ എന്ന് ചോദിച്ച് സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ഞാൻ ഇത് സംബന്ധമായി എന്തെങ്കിലും നോക്കിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള പരിപൂർണമായിട്ടുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. നിന്റെ ശരീരത്തിൽ സിഹറുണ്ടോ എന്ന് നിനക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും. എവിടെ പോയി കണക്കൊന്നും നോക്കണ്ട, എവിടെ പോയി നിന്റെ കാര്യം നോക്കണ്ട. നിനക്ക് തന്നെ വീട്ടിലിരുന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു അമല്, എല്ലാവരും ആഗ്രഹിക്കുന്നതും എല്ലാവരും ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമലാണ് ഈ ഒരു അമല്. ഇത് മുജറബായിട്ടുള്ള അമലാണ്. കുറേ ഒരു 8 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു അമല് പറഞ്ഞിരുന്നു, പരിചയപ്പെടുത്തിയിരുന്നു. അത് കാണാത്തവരുണ്ട്, അത് ചെയ്തു നോക്കാത്തവരുണ്ട്. ചെയ്തവർക്കൊക്കെ റിസൾട്ട് ലഭിച്ചവരാണ്. ആ അമല് പറഞ്ഞ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ധാരാളം ആളുകൾ സന്തോഷം അറിയിച്ചവരുണ്ട്. തങ്ങളെ ഞാനിത് ചെയ്തു, എനിക്ക് റിസൾട്ട് കിട്ടി. സങ്കടം അറിയിച്ചവരുണ്ട്, ഞാനിത് ചെയ്തപ്പോൾ തന്നെ എനിക്കങ്ങനെ സംഭവിച്ചു, എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് അത്ര മുണ്ടല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ അത് വീണ്ടും വീണ്ടും ചോദിച്ചത് കൊണ്ടാണ് നമ്മളത് ആ അമലിനെ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നവർ. കാണാത്തവർക്ക് വേണ്ടി, ചെയ്യാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അത് പരിപൂർണമായിട്ട് ഒരു സംശയമില്ലാത്ത രീതിയിൽ അത് പരിപൂർണമായി ക്ലിയർ ചെയ്യാൻ പോവാണ്. ഒരാളുടെ സഹായം ഇല്ലാതെ വീട്ടിലൊരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയും എൻ്റെ ശരീരത്തിൽ എന്താണുള്ളത്, ഏതു തരം മൂർത്തിയാണ്. സിഹറാണോ, പൈശാചികമായ ഉപദ്രവമാണോ, അല്ല എൻ്റെ തോന്നലാണോ, എൻ്റെ സംശയമാണോ, എൻ്റെ പേടിയാണോ, എല്ലാം ഇന്ന് ക്ലിയർ ആക്കാൻ പോവാണ്. ഇനി നിങ്ങൾക്ക് സംശയം പാടില്ല. അത് ഉണ്ടെങ്കിൽ അതിൻ്റെ രീതിയിൽ അതിനെ പരിഹരിക്കുക, അതിനെ ട്രീറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു ഭാഗ്യം നിന്ന് നിഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ അമലിനെയും സ്വീകരിക്കുന്നവരുണ്ട്. അതിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എൻ്റെ സയ്യിദീയ മജ്ലിസിൽ എൻ്റെ മുഹിബ്ബീങ്ങൾ, ഈ സയ്യിദീയ മജ്ലിസിൻ്റെ ഹാദിമീങ്ങൾ, ഇതിനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നവർ, ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഓരോരോ അമല് വെയിറ്റ് ചെയ്യുന്നവർ, കാത്തിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയാണ് ഈ അമൽ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തുന്നത്. സ്വീകരിക്കാൻ കഴിയുന്നവരൊക്കെ സ്വീകരിച്ച് ഒന്ന് ചെയ്ത് നോക്ക്, അതോടെ നിന്റെ സംശയം തീരും. എത്ര ആളുകളാണ്, 2 ലക്ഷം ആളുകളാണ് നമ്മളെ കഴിഞ്ഞ മജ്ലിസ് കണ്ടത്. ഈ അമലിനെ പരിചയപ്പെടുത്തിയ വീഡിയോ കണ്ടത് 2 ലക്ഷം ആളുകളാണ്. കുറേ ആളുകൾ അത് ചെയ്തു, അവർക്കൊക്കെ റിസൾട്ട് ലഭിച്ചു. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂലാക്കട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിലപ്പെട്ട സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. അമല് പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്നവർ. തങ്ങളെ പല ഭാഗങ്ങളിൽ പോയി കുറേ കാര്യങ്ങൾ ചെയ്തു, ഒന്നിനൊരു ഉത്തരമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്ന വിളിക്കുന്നവരുണ്ട്. തങ്ങൾ പറയുന്ന ഇത്തരം വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വലുതായ ബുദ്ധിമുട്ടിലും വലിയ ഇടങ്ങേറിലും വലിയ പ്രയാസത്തിലാണ്. ഒന്ന് നേരിട്ട് വന്ന് കാണണമായിരുന്നു. എവിടേക്കാണ് വരേണ്ടത്? ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ. ഇനി വീട്ടിലുണ്ടാകുന്ന ഡേറ്റ്, ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ്. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് ചോദിച്ചറിഞ്ഞു വരിക. നമ്മുടെ സകല പ്രയാസങ്ങളും സകല ഇടങ്ങേറുകളും
എല്ലാവിധ മുസീബത്തുകളും അള്ളാഹുവേ നീ തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ഉയർച്ച ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഏതാണ് അമൽ? കൂടുതലൊന്നും പറയുന്നില്ല, അമലിലേക്ക് കടക്കാം. നമുക്ക് ഈ അമൽ ചെയ്യാൻ വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ്. ഒന്നിക്ക് സുബ്ഹി നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ അദ്കാറുകൾ നമ്മൾ ചൊല്ലുന്ന ദായിമാക്കുന്ന ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. നല്ല ശുദ്ധമായ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഒരു യഖീനോടുകൂടി ഒരു ഉറപ്പോടുകൂടി സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം, ഞാൻ മെല്ലെ സ്ലോ ആയി സാവധാനം പറയുന്നുള്ളൂ. സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി, നിങ്ങൾ ഇഷ്ഫി എന്ന് പറയുമ്പോൾ ആ വെള്ളം ഇങ്ങനെ അനങ്ങണം. ഇഷ്ഫി എന്നതിൻ്റെ ശക്തി കൊണ്ട് ആ വായു അതിൽ തട്ടി വെള്ളം ഇങ്ങനെ അനങ്ങണം. പിന്നെ നിങ്ങൾ ഓതേണ്ടത് സൂറത്തുൽ അറാഫിലെ 201 ആയത്ത് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം, വലുതാക്കി കൊടുക്കാം. അതുപോലെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. ഒന്നും കൂടി നോക്കിക്കോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون. ഈ ആയത്ത് 17 പ്രാവശ്യം ഓതി ഈ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. 3 പ്രാവശ്യം ഇഷ്ഫി എന്ന് മന്ത്രിക്കുക. പിന്നെ ഈ ഒരു കാര്യം ഇൻഷാ അല്ലാഹ് ഈ വെള്ളത്തിലേക്ക് മന്ത്രിക്കുക. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ബിസ്മില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫറദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഒറ്റ പ്രാവശ്യം ഓതി വെള്ളത്തിൽ മന്ത്രിക്കാം. പിന്നീട് ഒരു 3 പ്രാവശ്യം ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ സഅൽതുക യാ ഹാദൽ ജസദ് സഅൽതുക യാ ഹാദൽ ജസദ് ഒരു 3 പ്രാവശ്യം. പിന്നീട് ഒറ്റ പ്രാവശ്യം അൻ തുൽഹിറ മാ ഫീക മിൻ സിഹർ വഅൻ തുഖ്രിജഹു മിനൽ മഖ്റജിൽ മുഅ്താദ് ഫീ ഹാലിസ് സിഹ്ഹതി വൽ ഇഅ്തിയാദ്. ഇതൊരു ഒറ്റ പ്രാവശ്യം മോദി ഈ വെള്ളത്തിൽ മന്ത്രിക്കുക. എന്നിട്ട് ആർക്കാണോ ഇത്തരം സംശയമുള്ളത്, എനിക്ക് സിഹറാണ്, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു പൈശാചികമായ ഉപദ്രവമുണ്ട്, എനിക്കെന്തോ ഒരു മൂർത്തിയുടെ ശല്യമുണ്ട്, എനിക്ക് ഇപ്പം ഈ അടുത്തായിട്ട് വലിയൊരു പ്രയാസമുണ്ട്, ഇത് സിഹറാണോ അല്ലെങ്കിൽ പൈശാചികമായ ഉപദ്രവമാണോ അല്ലെങ്കിൽ മൂർത്തിയുടെ പ്രയാസങ്ങളാണോ? പലതരം പൈശാചികമായ ഉപദ്രവമുണ്ട്. ഏത് തരം ഉപദ്രവം ആയിക്കോട്ടെ, ഈ വെള്ളം കുടിച്ച ഉടനെ അദ്ദേഹത്തിന് വൊമിറ്റിങ്, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഛർദ്ദിക്കാൻ ഇങ്ങനെ തോന്നും. എനിക്ക് ഈ വെള്ളം കുടിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഒരു ഛർദ്ദിക്കാൻ ഇങ്ങനെ തോന്നും. എല്ലാ എങ്കിൽ ഖലായിലേക്ക് പോകാൻ തോന്നും. ഛർദ്ദിക്കൽ വിരളാണ്, ചില ആളുകൾക്ക് മാത്രം ഉണ്ടാവുമല്ലോ. ചില ആളുകൾക്ക് ഖലായിലേക്ക്, ബാത്റൂമിലേക്ക് പോകാൻ തോന്നും, ഒന്നുകിൽ മൂത്രയിക്കാൻ അല്ലെങ്കിൽ കാഷ്ടിക്കാൻ. അങ്ങനത്തെ ഒരു പ്രയാസം ഉണ്ടാവും. ഈ വെള്ളം കുടിച്ച് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്, ചില ആളുകൾക്ക് അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ മൂത്രിക്കാനോ അല്ലെങ്കിൽ കാട്ടിക്കാനോ ഉണ്ടാവും. അപ്പം നമുക്ക് മനസ്സിലാക്കാം, എനിക്ക് എന്തോ പൈശാചികമായ ഉപദ്രവമുണ്ട്, എനിക്ക് വലുതായി സിഹർ സംഭവിച്ചിട്ടുണ്ട്. ചില ആളുകൾക്കൊക്കെ പേടിയാണ്, എന്തെങ്കിലും
എവിടെങ്കിലും ഒന്ന് വീഴുമ്പോഴേക്കും എനിക്ക് ഖദീജ എന്തോ ഒരു പണി എന്ന, അല്ലെങ്കിൽ എൻ്റെ അയൽവാസി, അല്ലെങ്കിൽ അവള് എന്തോ ഒരു പ്രയാസം എനിക്ക് തന്നിട്ടുണ്ട്. നമ്മളെ ശത്രു ആയിരിക്കും. ആ ശത്രുവിനായിരിക്കും ആദ്യം മെന്റിലേക്ക് ഒരു പാവം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒന്നിരിക്കും നമ്മളെ ഫോബിയ മാത്രമാണ്, അതൊരു പേടി മാത്രമാണ്. ഈ അമൽ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്ര ബുദ്ധിമുട്ടുണ്ടോ. എന്നാൽ അവർക്ക് ഇത്തരം അടയാളങ്ങൾ അവളുടെ ശരീരം കാണിക്കും. ഒന്നൊക്കെ ഛർദി, അത് വിരളാണ്, എപ്പോഴെങ്കിലും ഉണ്ടാവും, റയറാണ്, എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. കൂടുതലായി വരുന്ന മൂത്രമയിക്കാൻ, വിസർജനത്തിന്, അല്ലെങ്കിൽ കാട്ടിക്കാനുള്ള ഒരു ടെൻഡൻസി, തോന്നൽ, അത് ചെയ്തു പോവും. കാട്ടിക്കും അല്ലെങ്കിൽ മൂത്രയിക്കും. അതുണ്ടോ അവർക്ക് തീർച്ചയായും അവർക്ക് ഇത്തരം പൈശാചികമായ ഉപദ്രവേറ്റിട്ടുണ്ട്. ഇത് മുജറബായിട്ടുള്ള അമലാണ്. ധാരാളം ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 2 ലക്ഷം ആളുകൾ കണ്ടൊരു വീഡിയോ ഉണ്ട്. നമ്മൾ ഇതിൻ്റെ മുന്നേ ഈ അമല് തന്നെ പരിചയപ്പെടുത്തിയതാണ്. കുറേ ആളുകൾ വീണ്ടും 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 ചോദിച്ചതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്തത്. അതിൽ കുറേ ആളുകൾക്ക് എനിക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തങ്ങളെ ഞാനിത് ചെയ്തപ്പോയേക്കും എനിക്ക് അങ്ങനെ ഉണ്ടായി, അപ്പം എനിക്കെന്തോ ഒരു പ്രയാസം ഉണ്ടല്ലേ എന്ന് വിളിച്ചു പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ, ഇത്തരം സംശയങ്ങളുള്ളവർ ഈ അമലിനൊന്ന് ചെയ്തു നോക്ക്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ സകല പൈശാചികമായ ഉപദ്രവങ്ങളും അള്ളാഹുവിനെ തീർത്ത് നൽകണം അല്ലാ. ജീവിതത്തിൽ വലിയ ഖൈറും ബർക്കത്തും ഞങ്ങൾക്ക് നൽകണം അല്ലാ. ജീവിതത്തിൽ മനസ്സമാധാനം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, ശത്രുക്കളുടെ ശത്രുതയെ തൊട്ട് അവരെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. അവരെ പരാജയപ്പെടുത്താനല്ല, ശത്രുക്കളുടെ ശത്രുതയെ തൊട്ട് അവരെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. സാഹിരീങ്ങളെ സിഹറിനെ ഞങ്ങളെ കാക്കണം അല്ലാ. മക്രീങ്ങളെ മക്രനെ തൊട്ട് കാക്കണം അല്ലാ. ഫത്താനീങ്ങളെ ഫിത്തനയെ തൊട്ട് കാക്കണം അല്ലാ. ളാലിമീങ്ങളെ ളുൽമിനെ തൊട്ട് കാക്കണം അല്ലാ. ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണം അല്ലാ. ചതിയന്മാരുടെ ചതിവലകളെ തൊട്ട് ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ വിജയം നൽകണേ തമ്പുരാനെ, വിജയം നൽകണം അല്ലാ. ഓരോരോ അമല് പറയുമ്പോഴും ഹൃദയത്തോട് വെച്ച് ഇതിനെ സ്വീകരിക്കുന്നവർ, ഇഷ്ടം വെക്കുന്നവർ അള്ളാഹു നീ കൊയക്കല്ല റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും നീ കൊയക്കല്ല തമ്പുരാനെ. ഈ അമല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാം, എന്തെങ്കിലും ഒരു അൽഹംദുലില്ലാ അല്ലെങ്കിൽ തങ്ങളെ ഞാൻ സ്വീകരിക്കട്ടെ എന്ന് സമ്മതം ചോദിക്കുക, മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള മജ്‌ലിസ് നിങ്ങളിലേക്ക് വേഗം എത്തണമെങ്കിൽ, ഈ മജ്‌ലിസിനെ വലുതായി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗവാക്കായി ഇതിനോടൊപ്പം ചേരാം, ഈ മജ്‌ലിസിനോടൊപ്പം ചേരാം. അതിനു വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാം. അല്ലാഹു ഖബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇശലിൻ്റെ പകൽ നൃത്തമാടി മയിൽ പോലെ